പോളിറ്റ് ബ്യൂറോ കത്ത് വിവാദം കത്തിപ്പിടിക്കുകയാണ്. ഇപ്പോൾ അതിന് MP രാജേഷും കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് മാധ്യമങ്ങളുടെ തലയിലുള്ള നെഞ്ചത്തോട്ടാണ് കൊണ്ടുകയറുന്നത്. ഇത് മാധ്യമങ്ങളാണ് ഇത് പെരുപ്പിച്ച് കാണുന്നത്. ഇതിൽ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ശരിക്കും അങ്ങനെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, ഇതിപ്പോൾ രാജേഷ് കൃഷ്ണനെ അറിയാമെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ, ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ രാജേഷ് വയലൻ്റായി. അതായത് തലക്കെട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. CPM ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥരാകും. അസഹിഷ്ണുതയാണ് ഭയങ്കര. 4 കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങുന്ന കത്താണ് ഇപ്പോൾ വിവാദമാക്കുന്നത്. മാധ്യമങ്ങൾ ഇമാതിരി തോന്നിവാസങ്ങൾ വാർത്തയായി ആഘോഷിക്കുന്നു. CPMലെ കത്ത് ചോർച്ച വിവാദത്തിൽ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് മന്ത്രി MP രാജേഷ്. അതായത് MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. 4 കൊല്ലമായി വാട്സാപ്പിൽ കറങ്ങുന്ന കത്താണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിവാദമാക്കുന്നതെന്നാണ് MP രാജേഷ് പരിഹസിക്കുന്നത്. രാജേഷ് കൃഷ്ണനെ അറിയാമോ എന്ന ചോദ്യത്തിന് പറയുന്നത് ഇതാണ്: തലക്കെട്ടുണ്ടാക്കാനുള്ള പണിയല്ലേ പത്രക്കാർ, ഇത് വെച്ചിട്ട് തലക്കെട്ടുണ്ടാക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തമ്പ്. മാധ്യമങ്ങൾ ഇമ്മാതിരി തോന്നിവാസങ്ങൾ വാർത്തയാക്കി ആഘോഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഭാര്യയായിരുന്നു ടാർഗറ്റ്, പിന്നീട് എൻ്റെ അളിയനായി. വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചുവെന്ന് വരെ എന്നെക്കുറിച്ച് പറഞ്ഞു. വാളയാറിൽ സത്യം പുറത്തു വന്നപ്പോൾ നിങ്ങൾ ഒരാളെങ്കിലും വാർത്ത കൊടുത്തോ എന്നും രാജേഷ് ചോദിച്ചു. ആളുകളെ അപമാനിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എല്ലാം വാർത്തയാക്കുമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം ചെന്നൈ വ്യവസായി മുഹമ്മദ് ഹർഷാദ് നൽകിയ പരാതിയിൽ ഉന്നത CPM നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ടതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഡോക്ടർ TM തോമസ് ഐസക്, MP രാജേഷ്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതി കത്തിലുള്ളത്. തോമസ് ഐസക്കിൻ്റെയും മന്ത്രി MP രാജേഷിൻ്റെയും P ശ്രീരാമകൃഷ്ണൻ്റെയും ബിനാമിയാണ് താനെന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതായി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2023 ഷർഷാദ് പോലീസിന് സമർപ്പിച്ച പരാതിയിലാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ പേരുള്ളത്. സാമ്പത്തിക കുറ്റങ്ങളിൽ ഉൾപ്പെടെ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയുമായി CPIM നേതാക്കൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസോ പാർട്ടിയോ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല. ഷർഷാദ് പാർട്ടിക്ക് മുമ്പാകെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയോ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെ ചോദ്യങ്ങളിൽ ഇതുവരെയും വ്യക്തമായ മറുപടിയും ഉണ്ടായിട്ടില്ല. രാജേഷുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകന് ബന്ധമുണ്ടെന്നും മകന് വേണ്ടി MV ഗോവിന്ദൻ വിഷയത്തിൽ കണ്ണടച്ചെന്നും ഹർഷാദ് ആരോപിച്ചിരുന്നു. അപ്പോൾ ചോർച്ചയ്ക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണെന്ന് കാണിച്ച് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്ത് നൽകിയിരുന്നു. ലണ്ടനിൽ വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2023 താൻ DGPക്ക് നൽകിയ പരാതിയിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഷർഷാദ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. രാജേഷ് കിങ്ഡം എന്ന പേരിൽ കടലാസ് കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ നിന്ന് അടക്കം പണം തട്ടിയെന്ന് ഷർഷാദ് പരാതി നൽകിയിരുന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് സമാഹരണ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ കൈപിടിച്ച് കയറ്റിയത് രാജേഷ് കൃഷ്ണയായിരുന്നു. ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതടക്കം കാട്ടിയാണ് പലരിൽ നിന്നും രാജേഷ് പണം സമാഹരിച്ചതെന്നും ഷർഷാദ് ആരോപിച്ചു. CPM നേതാക്കൾ രാജേഷിൻ്റെ തട്ടിപ്പിൽ വീഴുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ 2023 DGPക്ക് താൻ നൽകിയ പരാതി മെയിൽ കേന്ദ്ര ആദായ നികുതി വകുപ്പിനും അയച്ചിരുന്നു. ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഷർഷാദ് അറിയിച്ചു. ലണ്ടനിൽ വ്യവസായിയാണെന്ന പേരിൽ രാജേഷ് കൃഷ്ണ അവിടെ തങ്ങുന്നെങ്കിലും അവിടെ രാജേഷിന് ബിസിനസ് ഒന്നുമില്ലെന്നും അദ്ദേഹം ഏറിയ സമയം ഇന്ത്യയിലായതിനാൽ ടാക്സ് അടയ്ക്കേണ്ടതാണെന്നും ഷർഷാദ് പറയുന്നു. 2021 PBക്ക് ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ വിവാദമായത്. ആരോപണ വിധേയനും പരാതിക്കാരനും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും മുൻ പ്രവർത്തകരുമാണ്. അടുത്തിടെ മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി എത്തുകയും പങ്കെടുപ്പിക്കാത്തതിൽ തിരിച്ചു പോകേണ്ടി വന്നയാളാണ് രാജേഷ് കൃഷ്ണ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൊടുത്ത മാനനഷ്ട കേസിൽ രേഖയായി കത്ത് ഉൾപ്പെടുത്തിയതാണ് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയത്. മാധ്യമങ്ങൾക്ക് അയച്ച നോട്ടീസിൽ ഡൽഹി ഹൈക്കോടതി കത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ നിഷേധിക്കാൻ കഴിയാതെയായി. കത്ത് ചോർന്നതിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് പരാതിയും നൽകി. രാജേഷ് കൃഷ്ണ മധുരയിൽ പ്രതിനിധിയായി എത്തുമെന്ന് അറിഞ്ഞ മുഹമ്മദ് ഷർഷാദ് വിഷയം തമിഴ്നാട്ടിലെ നേതാക്കൾ വഴി PB അംഗമായ അശോക് ധാവളയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ഇയാളെ തിരിച്ചയച്ചത്. വിദേശത്തെ ചില കടലാസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കളുടെയും മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് ആക്ഷേപമുള്ളത്. അപ്പോൾ ഇത് എന്തായാലും CPMന് തിരിഞ്ഞു കൊത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനകത്ത് വേണ്ടപ്പെട്ടവരും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഈ MV ഗോവിന്ദൻ്റെ മകൻ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 2021 PBക്ക് ഷർഷാദ് നൽകിയ പരാതി കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം MV ഗോവിന്ദൻ പറഞ്ഞത് ഇത് അസംബന്ധം എന്നാണ് പറഞ്ഞത്. കാരണം മകനെതിരെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് അസംബന്ധമാണ്. അതോടൊപ്പം രാജേഷ് കൃഷ്ണനെ അറിയുമോ എന്ന ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്നാണ് ഈ മന്ത്രി MB രാജേഷ് പറയുന്നത്.
മാധ്യമങ്ങൾ തോന്നിവാസങ്ങൾ വാർത്തയാക്കി ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ കത്ത് വന്നതും ഇതിൻ്റെ തെളിവുകളും എല്ലാം പുറത്തു വിട്ടപ്പോൾ അതെല്ലാം തോന്നിവാസമാണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം എല്ലാ നേതാക്കളും ഒഴിഞ്ഞു മാറി. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ കൂടെ പറഞ്ഞിരുന്നു, അതായത് ഇപ്പൊ പിണറായി വിജയൻ അടുത്തത് LDF വരുമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഗോവിന്ദ മാസ്റ്ററിനെ അടിച്ചിരുത്താനുള്ള പരിപാടിയാണ് നോക്കുന്നത്, പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വരാനുള്ള ഒരു പരിപാടി ആയിരിക്കാം ഇതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടി ഇതിനകത്തില്ലേ? കാരണം ആ ഒരു രീതിയിലുള്ള, അതായത് ഗോവിന്ദൻ മാസ്റ്ററാണ് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും പിണറായി വിജയനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാൻ സാധ്യതയുള്ള ഒരു ശബ്ദം. മറ്റാരും ഇപ്പൊ കോടിയേരി ഇല്ല, പിന്നെ EP ജയരാജനൊക്കെ ഒതുക്കി, പിന്നെ ആരുമില്ല സംസാരിക്കാൻ. അപ്പൊ പിന്നെ ഈ ഗോവിന്ദൻ മാസ്റ്ററിനെ അടിച്ച്, കാരണം അവിടെ കൃത്യമായിട്ട് ശ്യാം എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററിന്റെ മകനെ തന്നെയാണ് ഇതിനകത്ത് ഈ വിവാദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായിട്ട്. കാരണം മകനെ വെച്ചിട്ടാണല്ലോ ഭീഷണിപ്പെടുത്തുന്നത്. അവിടെ മകളാണെങ്കിൽ ഇപ്പൊ നമ്മൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? മകളെ വെച്ചിട്ടല്ലേ, അതുപോലെ തന്നെ ഇവിടെ മകനെ വെച്ചിട്ടാണ്. അപ്പൊ ഇതുപോലെ അങ്ങനെ ഒരു ശ്രമം, അങ്ങനെ ഒരു ഇതായിട്ട് കൂടെ, കാരണം ഇത് പാർട്ടിക്ക് അകത്തുനിന്നാണ് ചോർന്നിട്ടുള്ളത്. അത് പാർട്ടിക്ക് അകത്തുനിന്ന് പറയുമ്പോൾ അവരറിയാതെ അത് സംഭവിക്കില്ലല്ലോ. ഇല്ല, പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയാണ് ഇത് ചോർന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ സോഴ്സും എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ്, അതിലെ സാമ്പത്തിക സ്രോതസ്സുകൾ, പാർട്ടിക്ക് വന്ന പണം നേതാക്കളിലേക്ക് എത്തിയോ അടക്കമുള്ള എല്ലാ സംശയവും കേരളീയ പൊതുസമൂഹമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായി അതിന് മറുപടി കൊടുക്കേണ്ട ബാധ്യത CPM-ന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ചുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു മൗനമാണ്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരുന്ന MV ഗോവിന്ദനെതിരെ ഒരു പണി കിട്ടിയതിൻ്റെ ഒരു ആഹ്ലാദവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എല്ലാ വഴികളും ഒന്ന് ഇതായി മാറുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് തനിക്ക് എതിരെ ഉയരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ തനിക്ക് പ്രതിബന്ധമാകാൻ സാധ്യതയുള്ള എല്ലാ ശബ്ദങ്ങളും അടിച്ചൊതുക്കുക, എല്ലാവരെയും ഒതുക്കുക എന്നുള്ളതിൻ്റെ ഭാഗം. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇത് കുറച്ച് സ്ട്രോങ് ആയി വരുമ്പോൾ സ്വയമായിട്ടൊന്ന് അടിച്ചിരുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണയും അഥവാ ഭരണം കിട്ടുകയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അടി ഒരു നല്ലതായിട്ടാണ് മുഖ്യമന്ത്രി ഇൻഡയറക്റ്റായിട്ട് മനസ്സിൽ കരുതുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പം മറ്റു നേതാക്കളൊക്കെ ബൈറ്റ് എടുക്കുമ്പോഴും എല്ലാം അസഹിഷ്ണുത പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ചിലർക്കൊക്കെ വലിയ സന്തോഷം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവനൊരു പണി കിട്ടിയല്ലോ, ഇരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. ഏതായാലും അടുത്ത തവണ കൂടി ഭരണം ലഭിക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾക്ക് കോട്ടം വരുത്തുന്ന ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. സാധാരണ നമ്മൾ എന്ത് കാര്യത്തിനും ഇതിൻ്റെ പാർട്ടിയുടെ സൈദ്ധാന്തികനാണല്ലോ ഗോവിന്ദൻ മാഷ്. അതെ, ഇവിടെ സൈദ്ധാന്തികം ഒന്നുമില്ല. അസംബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ നമ്പൂതിരിമാര് അശ്ലീലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന പോലെ ഇദ്ദേഹം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോവുക. കാരണം ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തിട്ടില്ല. അപ്പം ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റെല്ലാ കാര്യങ്ങളും തന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് അവിടെ ചാനലിന്റെ മുമ്പിൽ നിന്ന് മെഴുകാൻ പറ്റുന്നത്? കാരണം അവിടെ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, ഇത് പ്ലാൻഡ് ആണ്. പക്ഷെ ഇവിടെ ഗോവിന്ദൻ മാഷ് അപ്രതീക്ഷിതമായിട്ടാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ള ഒരു നമ്മൾ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടുവരുന്ന ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും തുടരുന്നതെന്ന് തന്നെ പറയേണ്ടി വരും.